ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ജില്ലയിലെ ആരോഗ്യ മേഖലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ബിജെപി പ്രതിഷേധം. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ, അണങ്കൂർ, കാസർഗോഡ്. കോൺടാക്ട് 9562 66617. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ജില്ലയിലെ ആരോഗ്യ മേഖലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമായിരുന്നു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. മുദ്രാവാക്യം വിളികളോടെ ജനറൽ ആശുപത്രിയിലേക്ക് നീങ്ങിയ മാർച്ചിന് 100 മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ പോലീസും ബിജെപി പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുകയും ഇത് നേരിയ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിനിടെ ബിജെപി മധൂർ പഞ്ചായത്ത് വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് കെ മാധവ മാസ്റ്റർക്ക് പരിക്കേറ്റു. ജനറൽ ആശുപത്രി മാർച്ചിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന സൂചനകളെ തുടർന്ന് കനത്ത പോലീസ് സന്നാഹമായിരുന്നു ഒരുക്കിയിരുന്നത്. പ്രതിഷേധ മാർച്ച് ബിജെപി മുൻ സംസ്ഥാന സെക്രട്ടറി വി.കെ. സജീവൻ ഉദ്ഘാടനം ചെയ്തു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ബിജെപി പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചതെന്ന് വി.കെ. സജീവൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ പേടിപ്പിച്ച് കളയാമെന്നുള്ളൊരു ധാരണയിലാണ് തോന്നുന്നു. ജലപീരങ്കി അടിച്ചു വരുമ്പെനിക്ക് പോയിക്കോളും. പിന്നെ ഞാൻ കാണുന്നത് ജില്ലാ അധ്യക്ഷയെ കൂട്ടിയിട്ട് 3 പോലീസുകാരികൾ നടക്കുക. എനിക്കറിയില്ല എങ്ങോട്ടാണ് അവർ കൊണ്ടുപോകാൻ നോക്കിയതെന്ന്. ഒരുപക്ഷെ പുതിയതായിട്ട് വന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവര് കാസർഗോഡ് ബിജെപി എന്താണ് എന്ന് അന്വേഷിക്കുന്നത് നല്ലത്. ആരോഗ്യ മേഖലയിലെ ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഉയർന്നു വരുന്നത്. അതിന് പ്രശ്നപരിഹാരം കാണാതെ, അതിനൊരു മന്ത്രിസഭാ യോഗം പോലും കൂടാതെ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ വെന്റിലേറ്ററിലാക്കി സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് പിണറായി വിജയൻ. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ബിജെപി ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി അധ്യക്ഷത വഹിച്ചു. പിണറായിന്റെ മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് ബസ്സൊക്കെ വേണ്ടിട്ട് ഓടിക്കൊണ്ടിരുന്ന ചെലവഴിച്ചു. പക്ഷേ അതിന്റെ പകുതി അമൗണ്ട് ഇവിടെ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ പോയി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഗതികേട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബിജെപി നേതാക്കളായ വി രവീന്ദ്രൻ, പി രമേശ്, ഗുരുപ്രസാദ് പ്രഭു, സതീഷ് ചന്ദ്ര ഭണ്ഡാരി കോളാർ, മനുലാൽ മേലത്ത്, ശ്രീധര, സവിത ടീച്ചർ, പ്രമീള മചൽ, വീണ അരുൺ ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. PR സുനിൽ സ്വാഗതവും എം ബാബുരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.